ഹലോ എവ്രി വൺ, ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാണ് പല വ്യക്തികളും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്ന റിലേഷൻഷിപ്പിൽ വീണ്ടും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പല ആളുകൾക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പല സോഷ്യൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവരതിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള 10 ഫാക്ടേഴ്സ് ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇത് അബ്യൂസീവ് റിലേഷൻഷിപ്പിലുള്ള ആളുകളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റത്തെ ഫാക്ടർ ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ളത് നമ്മൾ പലതവണ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് ഫെയിലിയർ ആയി പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഹെൽപ്ലെസ്നെസ് ആണ്. അതായത് പലതവണ ഞാൻ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു, എനിക്ക് പറ്റുന്ന പല വഴികളും ഞാൻ ചെയ്തു നോക്കി, പക്ഷെ എനിക്ക് പുറത്ത് കടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെയാണ് നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ റിസോഴ്സസ്, നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ട്രൈ ചെയ്താൽ നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, ഒരു റിസൾട്ട് അതിന് കിട്ടിയേക്കാം. പക്ഷേ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റം, എന്തെല്ലാം റിസോഴ്സസ് നമുക്ക് ഉണ്ടെങ്കിലും നമുക്കതൊന്നും കാണാൻ കഴിയില്ല. എല്ലാം അടഞ്ഞ വാതിലുകളായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കും. രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അബ്യൂസർ വിക്ടിം ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കും. പല ആളുകളും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിക്ടിമിനെ ഒരു ജോലിക്ക് പോലും വിടാതിരിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ജോലിക്ക് പോയാലും നമുക്കറിയാം പല ഭാര്യമാരുടെയും ATM കാർഡ് ഭർത്താവിൻ്റെ കയ്യിലാണ്, അവരുടെ ബാങ്ക് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഭർത്താവാണ്. അവർ ജോലിക്ക് പോകുന്ന ഒരു യന്ത്രം പോലെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കുന്ന വരുമാനം പോലും ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ അവർക്കൊരു 1 രൂപയോ 100 രൂപയോ എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല. നമ്മൾ എത്ര രൂപ സാലറി ഉള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ അയാളുടെ മേൽ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനും പറ്റില്ല. നമ്മളെങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരു വാടക വീട് എടുത്ത് പോലും താമസിക്കാൻ പറ്റില്ല. മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അവരെ പഠിപ്പിക്കണം, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വക്കീലിന് പൈസ കൊടുക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. 99% അബ്യൂസീവ് റിലേഷൻഷിപ്പിലും ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ അബ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളിൽ പറയുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ഫാക്ടർ ട്രോമ ബോണ്ടിങ്. ട്രോമ ബോണ്ടിങ്ങിനെ പറ്റി ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നും പറയും. അതായത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന, നമ്മളെ അബ്യൂസ് ചെയ്യുന്ന, നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് തോന്നുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതാണ് ട്രോമ ബോണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹം, ഒരു സമയത്ത് അവർ പെട്ടെന്ന് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മളോട് ഒരു ഇഷ്ടക്കേട് പ്രകടിപ്പിക്കും. അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവുമായിരിക്കോ, അങ്ങനെ ചെയ്താൽ ശരിയാവുമായിരിക്കോ, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്നേഹം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈലന്റ് ട്രീറ്റ്മെന്റ്, ഇങ്ങനത്തെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള അൺപ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ അതിൽ തന്നെ അഡിക്റ്റഡ് ആക്കി അതിൽ തന്നെ നിലനിർത്തുന്നത്. ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടിട്ടുള്ള വ്യക്തികൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ ഈ അബ്യൂസറിന്റെ ബിഹേവിയറിനെ ന്യായീകരിക്കുന്നുണ്ടാവും. അയാളുടെ ജോലിയുടെ സ്ട്രെസ് കൊണ്ടായിരിക്കും അയാൾ എന്നോട് അങ്ങനെ പെരുമാറിയത്, അല്ലെങ്കിൽ അയാളുടെ ഒരു പാഷനുള്ള ഒരു ഫീൽഡ് അല്ല എടുത്തിരിക്കുന്നത്, അയാൾക്ക് കുറച്ചും കൂടി അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി കിട്ടുമ്പോൾ എന്നോടുള്ള സ്വഭാവം മാറും, അല്ലെങ്കിൽ അയാൾക്ക് നേരത്തെ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അയാൾക്ക് ബ്രേക്കപ്പിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അയാളുടെ അച്ഛൻ ഭയങ്കരമായിട്ട് അയാൾ ഉപദ്രവിക്കുമായിരുന്നു, അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ സ്വഭാവത്തെ നമ്മൾ ഈ രീതിയിൽ ന്യായീകരിക്കുന്നത് നമ്മളൊരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. നാലാമത്തെ ഒരു ഫാക്ടർ സോഷ്യൽ കണ്ടീഷനിങ്.
അതായത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ അതിൽ തന്നെ നിൽക്കണം എന്നാണ്. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയണം, അവനെ മാറ്റിയെടുക്കാൻ കഴിയാത്തത് അവളുടെ കഴിവുകേടാണ് എന്നൊക്കെ സമൂഹത്തിൽ പലരും പറയാറുണ്ട്. അപ്പൊ ഇത്രയും നാൾ വിവാഹം കഴിച്ചൊരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടും എന്തുകൊണ്ട് നിനക്ക് അയാളെ മോഡിഫൈ ചെയ്യാൻ പറ്റിയില്ല? നീ കുറച്ചും കൂടി സ്നേഹിച്ച് നോക്ക്, നീ അങ്ങനെ ചെയ്തു നോക്ക്, നീ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അയാളിൽ വ്യത്യാസം വരുത്താൻ പറ്റും. എത്രയോ സ്ത്രീകൾ അവരുടെ ബിഹേവിയർ കൊണ്ട്, അവരുടെ സ്നേഹം കൊണ്ട് ഭർത്താക്കന്മാരെ മാറ്റിയിരിക്കുന്നു. അപ്പൊ നിന്റെ കഴിവുകൾ കൊണ്ടാണ് നിനക്കതിന് സാധിക്കാത്തത്. ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ കണ്ടീഷനിങ്. അതുപോലെ പുറത്തു വരുന്ന സ്ത്രീകൾ എല്ലാവരും സെൽഫിഷ് ആണ്, അഹങ്കാരികളാണ്, അതുകൊണ്ടാണ് അവൾക്ക് മര്യാദക്ക് ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റാണ്ട് അവൾ ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശപ്പെട്ട കമന്റ്സ് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഒരു സോഷ്യൽ ജഡ്ജ്മെന്റിനെ നമ്മൾ പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാം അത് അത്ര എളുപ്പം ഓവർകം ചെയ്യാൻ പറ്റുന്നതല്ല. പല ആളുകളും പറയാറുള്ളത് സമൂഹത്തിലുള്ള ആരും മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ സപ്പോർട്ട് മാത്രം എനിക്ക് മതിയായിരുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും. അതിനെ മറികടക്കാൻ പറ്റും, പക്ഷെ എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അഞ്ചാമത്തെ ഒരു ഫാക്ടറാണ് ഫിയർ ഓഫ് എസ്കലേഷൻ. അതായത് നമ്മളൊരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവര് ഭയങ്കര ത്രറ്റനിങ് ഒക്കെ ചെയ്യുക. നിന്നെ ഞാൻ കൊന്നുകളയും, അല്ലെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല, കുട്ടികളെ ഞാൻ ഒരിക്കലും നിനക്ക് തരില്ല, നിന്നെ അവരെ കാണിക്കുക പോലുമില്ല, പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് വന്ന് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ നമ്മളെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞ് സ്മിയർ ക്യാമ്പയിൻസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മളൊരു മോശപ്പെട്ട റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിലും നമ്മളൊരു ആക്ഷൻ എടുത്താൽ, നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിനേക്കാളും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. അത് സത്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്തിനാണ് വെറുതെ കാര്യങ്ങൾ വഷളാക്കുന്നത്? ഇപ്പോൾ ഉള്ളതുപോലെ അങ്ങ് പോയാൽ പോരെ? ഇതിനേക്കാളും കൂടുതൽ കുഴപ്പങ്ങൾ ഇനി ഉണ്ടാക്കി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നത് എന്തിനാണ് എന്നോർത്തിട്ട് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കും. അതിനെയാണ് ഫിയർ ഓഫ് എസ്കലേഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യിപ്പിക്കേണ്ട, കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് നിലനിന്ന് പോകാം എന്ന് വിക്ടിംസ് പലപ്പോഴും തീരുമാനിക്കും. ആറാമത്തെ ഫാക്ടർ ഐസൊലേഷൻ ആണ്. സ്വാഭാവികമായിട്ട് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ആദ്യം അവർ ഇല്ലാതാക്കുന്നത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തെ ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ്, ഫാമിലി മെമ്പേഴ്സ് തുടങ്ങിയുള്ള ആളുകളെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഐസൊലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഏഴാമത്തെ ഫാക്ടർ ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ്. നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ വളർന്ന എൻവയൺമെന്റ് ഒരു ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെന്റ് ആയിരുന്നുവെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ്ലി സീക്ക് ചെയ്യുന്നതും അത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും എന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്നേഹത്തെ നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ സീക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ സ്നേഹമാണെന്ന് വിചാരിക്കുന്നതും ഇത്തരത്തിലുള്ള ടോക്സിക് പാറ്റേൺസ് കാണുമ്പോഴാണ്. ഇത് കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സ്വന്തം ഫാമിലി എൻവയൺമെന്റ് തന്നെ ടോക്സിക് ആണെങ്കിൽ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വന്തം ഫാമിലിയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനേക്കാളും ടോക്സിക് ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ് എൻ്റെ വീട്ടിലെങ്കിൽ ഞാൻ പിന്നെ എങ്ങോട്ട് പോകും എന്നുള്ളൊരു പേടിയും നമ്മുടെ ഉള്ളിലേക്ക് വരും. നമുക്കൊരു ഹെൽപ്ലെസ് ആയി പോകുന്ന സാഹചര്യങ്ങളാണ്. അവിടെ നമുക്ക് ഈ രണ്ട് വീട്ടിലേക്കും പോകാൻ പറ്റില്ല. നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീടെടുത്ത് മാറുക എന്നുള്ളതാണ് ആ സമയത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. എട്ടാമത്തെ ഫാക്ടർ ഗ്യാസ് ലൈറ്റിംഗ് ആൻഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ. അതായത് ഈ അബ്യൂസേഴ്സ് വിക്ടിമിനെ വിശ്വസിപ്പിച്ചിരിക്കുക നിന്റെ കുഴപ്പമാണ് എന്നായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നിനക്കല്ലെങ്കിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ അറിയില്ല, നിനക്കൊന്നും ഓർമ്മയില്ല, നിനക്ക് യാതൊരു കഴിവുമില്ല, ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതാണ്. ഇത്തരം കമന്റ്സ്, ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ ഒക്കെ കാരണം വിക്ടിംസ് വിചാരിച്ചു വെച്ചിരിക്കുക എൻ്റെ കുഴപ്പമായിരിക്കും, അയാൾ നല്ല രീതിയിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, അയാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അപ്പൊ എൻ്റെ കുഴപ്പമായിരിക്കും എന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിൽ വരും. അവരുടെ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് ലോ ആയി പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പറ്റില്ല. ഒമ്പതാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഹോപ്പ് ഫോർ ചേഞ്ച്. ഇവിടെ വിക്ടിംസ് ഒരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കൺമുമ്പിലുള്ള ജീവിതം, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് ദുരനുഭവങ്ങൾ മാത്രമാണ് ഉള്ളത്. അവർ നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണ്ടെപ്പോഴോ അവർ തന്നിട്ടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. നമ്മൾ വിചാരിക്കുന്ന ആദ്യമൊക്കെ ഇയാൾക്ക് നല്ല സ്നേഹമായിരുന്നല്ലോ, ഇയാൾ ഇങ്ങനെ പെരുമാറിയിരുന്നല്ലോ, അപ്പൊ ഞാൻ കുറച്ചും കൂടി എഫേർട്ട് ഇട്ടാൽ ഇയാൾ ചേഞ്ച് ചെയ്യുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ.
പക്ഷെ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. ഇതൊരു ഫാന്റസി മാത്രമാണ്, ഇതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അവരിടയ്ക്കിടയ്ക്ക് പുട്ടിന് പീരയിടുന്ന പോലെ കുഞ്ഞു കുഞ്ഞു സ്നേഹം തന്ന് നിങ്ങൾ അതിനകത്ത് തന്നെ സ്ട്രക്ക് ആക്കും എന്നുള്ളതല്ലാതെ നിങ്ങൾ അവർ ചേഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അയാൾ തീർച്ചയായിട്ടും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രതീക്ഷിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. അയാൾ ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും ചേഞ്ച് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ ബിഹേവിയറിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർ തന്നെ ഒരു ലോങ് ടേം സൈക്കോതെറാപ്പി എടുക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാത്തടത്തോളം ഇത് നിങ്ങളെ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ നിലനിർത്തുന്ന ഒരു ചങ്ങലയാണ്. നമ്മൾ പേടിച്ച് പുറത്തു വരേണ്ട ഒരു ചങ്ങലയാണ് നിങ്ങളുടെ ഈ പ്രതീക്ഷ. 10ാമത്തത് റിലീജിയസ് ആൻഡ് മോറൽ ബിലീഫ്സ്. പല റിലീജിയൻസിലും നമ്മൾ വൺസ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കൂടെ തന്നെ ജീവിതാവസാനം വരെ ജീവിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്നൊക്കെയുള്ള റിലീജിയസ് ടീച്ചിങ്സ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ പങ്കാളിയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അവരെ ഫോർഗീവ് ചെയ്യണം, അൺകണ്ടീഷണൽ ആയിട്ട് അവരെ ഫോർഗീവ് ചെയ്യണം. എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ കറക്റ്റ് ചെയ്യണം, നമ്മൾ ഒരിക്കലും ആ ബന്ധം വേർപെടുത്താൻ പാടില്ല. ഇത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ ആയിരിക്കാം നമ്മുടെ റിലീജിയനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു ബന്ധം വേർപെടുത്തി പോണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള ടീച്ചിങ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഗിൽട്ട് തോന്നും അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് 10ാമത്തെ ഫാക്ടർ, റിലീജിയസ് ആൻഡ് മോറൽ ബിലീഫ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡിസ്കസ് ചെയ്ത 10 ഫാക്ടേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ ഏത് ഫാക്ടറാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ തന്നെ പിടിച്ചു നിർത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമുക്ക് അതിലൊരു അവയർനെസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുക്കാം. ഇപ്പൊ ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, പാർട്ട് ടൈം ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇപ്പൊ വലുതായെങ്കിൽ സാഹചര്യം കുറച്ച് വ്യത്യാസം വന്നല്ലോ, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ATM കാർഡും ബാങ്കും എല്ലാം ഹസ്ബൻഡിന്റെ കയ്യിലാണെങ്കിൽ പയ്യെ നമ്മളത് തിരിച്ചു മേടിക്കാൻ നോക്കുക. നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സ്, അതിൽ ഓരോ ഫാക്ടേഴ്സിലും കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ലിവിങ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലിവിങ് പോസിബിൾ ആയിരിക്കും. പിന്നീട് നമുക്ക് ചിലപ്പോൾ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്തും കിട്ടിയേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കണം എന്ത് ഫാക്ടറാണ് നിങ്ങളെ ആ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.